സിമ്പിൾ വെജ് ബിരിയാണി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആക്ച്വലി ദിസ് ഈസ് വെരി റിച്ച് ഇൻ ഫൈബർ, പ്രോട്ടീൻസ് ആൻഡ് ഇറ്റ് ഈസ് വെരി യമ്മി. ഓക്കെ, അപ്പോൾ നോൺ വെജ് ഇല്ലാത്ത ഡേയ്സ് നമുക്ക് ഈ വെജ് ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺസ് ഓഫ് ഗീ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ബിരിയാണി സാമഗ്രിക സാധനങ്ങളൊക്കെ ഇടുക. അതായത് നമ്മുടെ ലവംഗ, ബേ ലീഫ്, ഗ്രാമ്പൂ ഇതൊക്കെ നല്ലപോലെ ഇട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഒരു ജിഞ്ചർ ഗാർലിക് ചില്ലിയൊക്കെ ഇട്ട് ഒരു പേസ്റ്റ് ആക്കി വെച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. 2-3 സ്പൂൺ ഇട്ടാലും നല്ല സ്പൈസ് ലെവൽ പോലെ ഇടാം. എന്നിട്ട് ഞാൻ ഒനിയൻ നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 to 4 ഒനിയൻസ് എടുത്തു. എന്നിട്ട് 2 തക്കാളി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഞാൻ ഒരു ഹാഫ് ക്യാരറ്റും ഹാഫ് ബീൻസും എടുത്ത് നല്ലപോലെ ചോപ്പ് ചെയ്ത് ഇതിലിട്ടിട്ടുണ്ട്. നല്ലപോലെ വഴറ്റുക. എന്നിട്ട് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, ഗരം മസാല, ഉപ്പ് ഇത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നല്ലപോലെ വഴറ്റുക. എന്നിട്ട് നമ്മുടെ പുതിനയും മിൻറ്റ് ലീഫും കൊറിയൻഡർ ലീഫും ഇടുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. അതിൽ ഞാൻ കുറച്ച് കേടാണ് ചേർക്കുന്നത്. കേട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആക്ച്വലി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും കേട് ആഡ് ചെയ്താൽ. ഈ ഒരു മിക്സ്ചർ നല്ലപോലെ ഫ്രൈ ആവണം, നല്ലൊരു മിക്സ്ചറായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രീൻ പീസ് ഇട്ടു. എന്നിട്ട് ഞാൻ സോയ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലൈക്ക് ഫസ്റ്റ് ഒരു ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് നല്ലപോലെ അതിൻ്റെ വാട്ടർ ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് മഷ്റൂം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മഷ്റൂം, ആൽമണ്ട്സ്, പിന്നെ പംകിൻ സീഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും ഇടുക, എല്ലാ വെജിറ്റബിൾസും ഇടുക. ബീട്രൂട്ടൊന്നും കൊണ്ടുപോയിടരുത്. ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചു. എന്നിട്ട് കോൺ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. ബിക്കോസ് ഓൾറെഡി വെജിറ്റബിൾസിൻ്റെ വാട്ടർ നല്ലപോലെ ഡ്രെയിൻ ആവും. എന്നിട്ട് 1 ഗ്ലാസ് റൈസ് നല്ലപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ്സ്. അത് ഇതിലേക്ക് ആഡ് ചെയ്തു. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു ഒറ്റ വിസിലിന് അടച്ച് വയ്ക്കുക. ഭയങ്കര ടേസ്റ്റാണ്. സത്യം പറയാച്ചാൽ ഒരു ഹൈദരാബാദി വെജ് ദം ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ കുക്കർ ബിരിയാണിയാണ്, സിമ്പിളാണ് ഇത്. എന്നിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് മാത്രം തുറക്കുക. എന്നിട്ട് ഇതിൽ ഹീറ്റിൽ തന്നെ വേകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോക്കി എന്ത് ലൈക്ക് 100% അതിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസിയും എല്ലാം ഭയങ്കര നോർമലായിട്ട് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ സൂപ്പറാണ്. എന്നിട്ട് ഞാൻ 1 ഗ്ലാസ് നെയ്യിലും കൂടി കുറച്ച് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ട്രൈ ചെയ്യുക. വാവ്, സോ യമ്മി, ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ ഒരു സാലഡ് ആക്കി അതിന്. പിന്നെ നമ്മുടെ കോൺ വേവിച്ചതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.